മൊബൈൽ ഹോട്ട്സ്പോട്ട് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് റെഡ്മിയുടെ ഫോണാണ്. റെഡ്മിയുടെ ഫോണിൽ നമുക്ക് ഷോർട്ട് കട്ട്സ് മേളിൽ നിന്ന് ലഭിക്കും. അതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഡേറ്റ ആദ്യം നമ്മൾ ഓൺ ചെയ്യണം. ഡേറ്റ ചാർജ് ചെയ്തിരിക്കണം. ഇനി അതുപോലെ നമുക്ക് ഹോട്ട്സ്പോട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ഹോട്ട്സ്പോട്ട് എന്ന രീതിയിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണാവും. ഇതിപ്പം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ സെറ്റിങ്സുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. റെഡ്മിയുടെ ഫോണിൽ നമ്മൾ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ സെറ്റിങ്സിനകത്ത് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്ന് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഓൺ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഓണായി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഇതൊന്ന് ടാപ്പ് ചെയ്ത് നമ്മളൊന്ന് ഓൺ ചെയ്യണം. ഇനി അതിന് ശേഷം ഇവിടെ സെറ്റപ്പ് വൈഫൈ ഹോട്ട്സ്പോട്ട് എന്നുള്ളത് നമുക്ക് ഓൺ ചെയ്യാം. അതിലൊന്ന് സെലക്ട് ചെയ്യാം. ഇനിയും അതിൻ്റെ പേര് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ റെഡ്മി 2009 എന്നാണ് കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് നമുക്ക് കൊടുക്കാം. നമ്മുടെ ഫോണാണ് തിരിച്ചറിയാൻ വേണ്ടി, നമ്മുടെ കണക്ഷനാണ് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് വേറെ പേര് നമുക്ക് കൊടുക്കാമെന്നാണ്. അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ പേര് അവിടെയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫോണാണ് തിരിച്ചറിയാൻ വേണ്ടി മാത്രം എന്തെങ്കിലും അടയാളം നമ്മളത് കൊടുക്കാം. അതുപോലെ പാസ്വേഡ് നമുക്കൊന്ന് കാണാം. ഇപ്പം കൊടുത്തിരിക്കുന്ന പാസ്വേഡ് നമുക്കൊന്ന് കാണാം. അത് മാറ്റാനായിട്ട് അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് നമുക്കതിൻ്റെ പാസ്വേഡ് മാറ്റാവുന്നതാണ്. പാസ്വേഡ് മാറ്റി അത് ചെയ്യാം. ഇനി താഴെ സെക്യൂരിറ്റി എന്നുള്ളതുണ്ട്. സെക്യൂരിറ്റി എന്നുള്ളത് അത് അത്യാവശ്യമാണ്. സെക്യൂരിറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ചിലപ്പോൾ അത് നൺ എന്നുള്ള ഓപ്ഷനായി കിടക്കുന്നത്. അപ്പോൾ നൺ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അത് മാറ്റി WP8 അതിൽ ടച്ച് ചെയ്താൽ മതി. നണ്ണ് ആക്കണമെങ്കിൽ പാസ്വേഡ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുക്കാം. രണ്ടാമത് പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ WP8 PSK എന്നുള്ള സെലക്ട് ചെയ്യാം. എന്തായാലും പാസ്വേഡ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നെറ്റ് മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. ഇതിന് ശേഷം ലാസ്റ്റ് മേളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് മേളിൽ സെറ്റപ്പ് വൈഫൈ ഹോട്ട്സ്പോട്ട് എന്നതിൻ്റെ വല സൈഡ് ടിക്ക് മാർക്കുണ്ട്. ആ ടിക്ക് മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സേവ് ആവുന്നതാണ്. ഇനി നമുക്ക് അത് ഹോട്ട്സ്പോട്ടായിട്ട് ഉപയോഗിക്കാം. അത് നമ്മുടെ മൊബൈൽ ഹോട്ട്സ്പോട്ടായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതിനകത്ത് നെറ്റ് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ എടുക്കാനായിട്ട് സാധിക്കും. മൊബൈലിൽ നിന്ന് USB ടെതറിങ് വഴി നമുക്ക് എങ്ങനെ നെറ്റ് ലാപ്ടോപ്പിൽ ലഭ്യമാക്കാമെന്ന് നോക്കാം. അതിനുള്ള സെറ്റിങ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്യണം. മൊബൈൽ ഡേറ്റ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് നമുക്കെടുക്കാം. ഇത് റെഡ്മിയുടെ ഫോണാണ്. റെഡ്മിയുടെ ഫോണിൽ സെറ്റിങ്സ് എടുക്കുന്നു. എല്ലാ ഫോണിലും അങ്ങനെ തന്നെ ആയിരിക്കും. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ മോർ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം നമ്മുടെ ഡേറ്റ കേബിൾ ഉപയോഗിച്ചിട്ട് മൊബൈലിൻ്റെ ഡേറ്റ കേബിൾ ഉപയോഗിച്ച് നമ്മൾ മൊബൈൽ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ USB ടെതറിങ് എന്നുള്ളത് ആക്റ്റീവ് ആവും. അത് ഓൺ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓണാവും. അപ്പോൾ ഇപ്പോൾ ഈ മൊബൈലിൽ നിന്നുള്ള നെറ്റ് നമുക്ക് ലാപ്ടോപ്പിലേക്ക് ലഭ്യമാകും. വയേർഡ് കണക്ഷൻ എന്ന നിലയിലാണ് നമുക്ക് ലഭിക്കുന്നത്. മോഡത്തിൽ നിന്ന് നമ്മൾ ലാൻ കണക്ടർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഐക്കണായിരിക്കും അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് ലാപ്ടോപ്പിൽ ലഭ്യമാകുന്നത്.